സുൽത്താൻ മഹ്മൂദിന്റെ പരീക്ഷ. ഗസ്നിയിലെ സുൽത്താൻ മഹ്മൂദ് കൗൺസിൽ യോഗം നടക്കുന്ന ഹാളിലേക്ക് പ്രവേശിച്ചു. എല്ലാ രാഷ്ട്രത്തലവന്മാരും അവിടെ സന്നിഹിതരായിരുന്നു. അദ്ദേഹം പോക്കറ്റിൽ നിന്ന് ഒരു രത്നമെടുത്തു തന്റെ വസീറിന്റെ കയ്യിൽ വെച്ചു. ഇത് എന്ത് തരം രത്നമാണ്? ഇതിന്റെ വില എന്താണ്? വസീർ മറുപടി പറഞ്ഞു. ഇതിന് 100 കൈതകൾ കൊണ്ടുപോകുന്ന സ്വർണത്തിന്റെ അത്ര വില വരും. രത്നം പൊട്ടിക്കൂ, നന്നായി പൊടിക്കൂ എന്ന് സുൽത്താൻ പറഞ്ഞപ്പോൾ വസീർ മറുപടി പറഞ്ഞു. രാജാവേ, എനിക്ക് ഈ രത്നം എങ്ങനെ തകർക്കാൻ കഴിയും? നിങ്ങളുടെ സ്വത്തിന്റെ ക്ഷേമം ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും വിലമതിക്കാനാവാത്ത ഒരു രത്നം നഷ്ടപ്പെടുത്താൻ എന്റെ ഹൃദയം എന്നെ അനുവദിക്കുന്നില്ല. സുൽത്താൻ മഹ്മൂദ് വസീറിന്റെ മനോഭാവത്തെ അഭിനന്ദിച്ചതായി തോന്നി. അദ്ദേഹത്തിന് ഒരു മേലങ്കി സമ്മാനമായി നൽകി. കുറച്ചുനേരം മറ്റ് സംസ്ഥാന കാര്യങ്ങൾ ചർച്ച ചെയ്ത ശേഷം സുൽത്താൻ വസീറിൽ നിന്ന് ലഭിച്ച രത്നം കർട്ടൻ നിർമ്മാതാവിന് നൽകി ചോദിച്ചു, ആരെങ്കിലും ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന്റെ വില എന്തായിരിക്കും? ഈ രത്നം രാജ്യത്തിന്റെ പകുതി വിലയുള്ളതാണ്. ദൈവം നമ്മുടെ രാജ്യത്തെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കട്ടെ എന്ന് കർട്ടൻ നിർമ്മാതാവ് പറഞ്ഞപ്പോൾ സുൽത്താൻ ഉത്തരവിട്ടു, ഈ രത്നം കഷ്ണങ്ങളാക്കി തകർക്കുക. കർട്ടൻ നിർമ്മാതാവ് മറുപടി പറഞ്ഞു, ഓ എന്റെ സുൽത്താനെ, സൂര്യനെ പോലെ പ്രകാശിക്കുന്ന വാൾ ഈ രത്നം കഷ്ണങ്ങളാക്കി തകർക്കുന്നത് വളരെ ദയനീയമായിരിക്കും. എനിക്ക് അത് ചെയ്യാൻ എന്നെ തന്നെ ധൈര്യപ്പെടുത്താൻ കഴിയില്ല. അത്തരം ഒരു കാര്യം എന്റെ സുൽത്താന്റെ ഖജനാവിനെതിരെയുള്ള ശത്രുതയുടെ പ്രവൃത്തിയായിരിക്കും. കർട്ടൻ നിർമ്മാതാവിന്റെ മറുപടിയിൽ സുൽത്താനും സന്തുഷ്ടനാണെന്ന് തോന്നി. അയാൾക്ക് ഒരു മേലങ്കി നൽകി ശമ്പളം വർദ്ധിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിയെയും വിവേകത്തെയും പ്രശംസിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരെ പോലെ തന്നെ പറഞ്ഞ ഒരു അമീറിനെ അദ്ദേഹം രത്നം നൽകി. സുൽത്താൻ ആ രത്നം ആർക്കൊക്കെ കൊടുത്തോ അവരെല്ലാം അതിന്റെ വിലമതിക്കാനാവാത്ത മൂല്യത്തെക്കുറിച്ച് സംസാരിക്കുകയും അത് സുൽത്താന് തിരികെ നൽകുകയും ചെയ്തു. സുൽത്താൻ അവർക്കെല്ലാം സമ്മാനങ്ങൾ നൽകി. തന്റെ പല ആളുകളെയും പരീക്ഷിച്ചതിന് ശേഷം സുൽത്താൻ തന്റെ വിശ്വസ്ത അടിമയായ ഇയാസിനോട് പറഞ്ഞു, ഈ രത്നത്തിന്റെ മൂല്യം പറയൂ. അതിന്റെ തിളക്കവും സൗന്ദര്യവും സമാനതകളില്ലാത്തതാണ്. ഇയാസ് മറുപടി പറഞ്ഞു, എന്റെ സുൽത്താൻ, ഈ രത്നത്തിന്റെ മൂല്യം എനിക്ക് പറയാൻ കഴിയുന്നത് എന്തിനേക്കാളും വലുതാണ്. അപ്പോൾ സുൽത്താൻ പറഞ്ഞു, എങ്കിൽ ഈ രത്നം പൊട്ടിക്കുക, കഷ്ണങ്ങളാക്കി തകർക്കുക, പൊടിയാക്കുക. ഒരു മടിയും കൂടാതെ ഇയാസ് ആ തിളങ്ങുന്ന രത്നം തകർത്തു. രത്നം പൊട്ടിയപ്പോൾ 100 കണക്കിന് പ്രഭുക്കന്മാർ വേദനയോടെ നിലവിളിച്ചു, എന്തൊരു നിർഭയത്വം! ദൈവമാണ് സത്യം, ഈ തിളക്കമുള്ള രത്നം പൊട്ടിച്ചവൻ സത്യനിഷേധിയാണ്. അവർ ആക്രോശിച്ചു. മറ്റ് പ്രഭുക്കന്മാർ ഇയാസിനെ നിന്ദിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓ എന്റെ മൂപ്പന്മാരെ, സുൽത്താന്റെ കൽപ്പനയാണോ കൂടുതൽ വിലപ്പെട്ടത്, അതോ ഈ രത്നമാണോ കൂടുതൽ വിലപ്പെട്ടത്? രത്നത്തിന്റെ സൗന്ദര്യവും മൂല്യവും നിങ്ങളുടെ കണ്ണുകളെ അന്താളിപ്പിച്ചു. നിങ്ങൾ സുൽത്താനെ കണ്ടിട്ടില്ല. ഞാൻ എന്റെ സുൽത്താനിൽ നിന്ന് എന്റെ കണ്ണുകൾ തിരിക്കില്ല. ഒരു വിഗ്രഹാരാധന പോലെ ഞാൻ എന്റെ മുഖം ഒരു കല്ലിലേക്ക് തിരിക്കില്ല. അത് എത്ര വിലപ്പെട്ടതാണെങ്കിലും ഒരു കല്ലിനോടുള്ള അവന്റെ സ്നേഹത്തിൽ ഞാൻ പങ്കുചേരില്ല. താമസിയാതെ സുൽത്താൻ താഴികക്കുടങ്ങളിലൂടെ പ്രതിനിധിക്കുന്ന ശബ്ദത്തോടെ പഴയ ആരാച്ചാർക്ക് തന്റെ കൽപ്പന നൽകി, ഈ നീച വ്യക്തികളെ എന്റെ സാന്നിധ്യത്തിൽ നിന്ന് പുറത്താക്കുക. അവർ അവരുടെ സ്ഥാനത്തിന് യോഗ്യരല്ല. ഒരു കല്ലിന്റെ കഷ്ണത്തിനു വേണ്ടി എന്റെ കൽപ്പന അനുസരിക്കാത്തവർ അവരുടെ പദവിക്ക് യോഗ്യരാകാൻ യോഗ്യരല്ല. സുൽത്താന്റെ കൽപ്പന പ്രകാരം ഇയാസ് സിംഹാസനത്തിലേക്ക് ഓടി. അദ്ദേഹം സുൽത്താന്റെ കയ്യിൽ ചുംബിക്കുകയും പ്രഭുക്കന്മാരോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. ഇയാസിനു വേണ്ടി സുൽത്താൻ കുറ്റവാളികൾക്ക് മാപ്പ് നൽകി.